ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള 7ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ ഹാഫ് ഇയർലി എക്സാമിൻ്റെ മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എത്ര പാഠങ്ങൾ ഉൾപ്പെട്ടതാണെന്ന് നമുക്ക് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം കോളത്തിൽ ശരിയാപ്പെടുത്താനാണ്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവമാണ് വൃക്ക. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. അടുത്തെന്താണ്? 2ാം ഖലീഫ അധികാരമേറ്റ വർഷം. 2ാം ഖലീഫ അധികാരമേറ്റ വർഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിനെ തുടർന്ന് ഹിജ്റ 13ാം വർഷം. 2ാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റു. അപ്പോൾ 2ാം ഖലീഫ അധികാരമേറ്റത് ഹിജ്റ 13. അടുത്തത് 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആരാണ് 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവരാണ് 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇനി ആദ്യത്തെ അബ്ബാസി ഖലീഫ ആരായിരുന്നു? ആദ്യത്തെ അബ്ബാസി ഖലീഫ അഷ്ഷഫാഹ് എന്നവരാണ് അവസാനത്തെ ഖലീഫ. അബ്ദുല്ലാഹിൽ മുഅ്തസിം ബില്ലാഹിയുമാണ്. ഏറ്റവും പ്രശസ്തനായ ഖലീഫ ഹാറൂൺ റഷീദുമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അവസാനത്തേത് ചോദിക്കാം, പ്രശസ്തൻ ആരാണെന്നൊക്കെ ചോദ്യം ചോദിക്കാം. അടുത്തതാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥം കിതാബുർ റിസാലയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥം. അടുത്തത് അല്ലാഹു തആലയുടെ നാമങ്ങൾ. അല്ലാഹു തആലക്ക് 99 നാമങ്ങളുണ്ട്. 99 നാമങ്ങൾ. അടുത്ത എന്താണ്? മാച്ച് ചെയ്യാനാണ് വന്നത്. എന്താണ്? ഫാത്തിഹത്തുൽ കിതാബ് എന്താണ്? ലി അന്നഹ ഫുത്തിഹ ബിഹ കിതാബുല്ലാഹി. അള്ളാഹുവിൻ്റെ ഖുർആൻ തുടങ്ങപ്പെടുന്നത് ഫാത്തിഹ കൊണ്ടാണ്. ഫാത്തിഹത്തുൽ കിതാബ് ലി അന്നഹ ഫുത്തിഹ ബിഹ കിതാബുല്ലാഹി. അള്ളാഹുവിൻ്റെ കിതാബ് തുടങ്ങപ്പെടുന്നത് ഫാത്തിഹ കൊണ്ടാണ്. അടുത്ത ഉമ്മുൽ ഖുർആൻ എന്താണ്? ലി അന്നഹ അസ്ലുൽ ഖുർആൻ. അത് ഫാത്തിഹ കൊണ്ടാണ്. ഉമ്മുൽ ഖുർആൻ ഖുർആനിൻ്റെ മാതാവ്, ഖുർആനിൻ്റെ പ്രാരംഭം, ഖുർആനിൻ്റെ മാതാവാണ് ഫാത്തിഹ. അടുത്തതാ അസബോ മസാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ലി അന്നഹ തുസ്ന ഫി കുല്ലി സ്വലാത്തിൻ. എന്താണ്? ആവർത്തിച്ച് ഓതപ്പെടുന്ന 7 സൂക്തങ്ങളുള്ളതാണ് ഫാത്തിഹ. 7 ആയത്തുകളുള്ളതാണ്. അടുത്തതാ അഷാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ ഇന്നഹ ഷിഫാഉ മിൻ കുല്ലി ദാ. ഫാത്തിഹ ഷിഫാ ആണ്, എല്ലാ അസുഖങ്ങൾക്കും ശമനമാണ്. വ ഇന്നഹ ഷിഫാഉ മിൻ കുല്ലി ദാ, എല്ലാ അസുഖങ്ങൾക്കുമുള്ള ഷിഫ ആണ്. പിന്നാണ് വൽ ബസ്മലത്തു. എന്താ പറയുന്നത്? വൽ ബസ്മലത്തു ആയത്തും മിനൽ ഫാത്തിഹ. ഫാത്തിഹയിലെ ഒരായത്താണ് ബിസ്മി. വൽ ബസ്മലത്തു ഫാത്തിഹയിലെ ഒരായത്താണ് ബിസ്മി. അപ്പോൾ അതിൻ്റെ ഒക്കെ ലെറ്റർ നമുക്കവിടെ എഴുതി കൊടുക്കാം. ഫാത്തിഹത്തുൽ കിതാബ്. അപ്പോൾ അതിൻ്റെ എഴുതാം. ഉമ്മുൽ ഖുർആൻ, അസ്ലുൽ ഖുർആൻ. അപ്പോൾ അതിൻ്റെ എഴുതി കൊടുക്കാം. പിന്നെ സബു മസാനി കുല്ലി സ്വലാത്തിൻ. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. ഷാഫിയ ഷിഫ ആണ്. അപ്പോൾ അതിൻ്റെ സി എഴുതാം. ബസ്മലത്ത് ആയത്തുമിൻ ഫാത്തിഹ. അപ്പോൾ അതിൻ്റെ ഡി എഴുതി കൊടുക്കാം. മനസ്സിലാക്കുക. അടുത്ത പൂരിപ്പിക്കാനാണ്. ഉമവി ഭരണം ഹിജ്റ 41 മുതൽ 132 വരെ നീണ്ടു നിന്നു. ഉമവി ഭരണം 41 മുതൽ 132 വരെ നീണ്ടു നിന്നു. അടുത്തതാ ഇലാഹ് സർവാധിപനും ദേശുമായിരിക്കണം. ഇലാഹ് സർവാധിപനും സർവശക്തനുമായിരിക്കണം. ഇലാഹ് സർവശക്തനുമായിരിക്കണം. അടുത്തതാ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂ ബിഹ. അല്ലാഹു തആലാക്ക് അസ്മാഉൽ ഹുസ്ന ഉണ്ട്, അത് മുഖേന പ്രാർത്ഥിക്കുക. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ഹിജ്റ ഡേഷിൽ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു ഭരണമേറ്റു. ഹിജ്റ എത്രയിലാണ്? ഹിജ്റ 35 അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു ഭരണമേറ്റെടുത്തത്. അടുത്തത് നീളം, വീതി, ആഴം, സമയം. നീളം, വീതി, ആഴം, സമയം
പിന്നെ സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന എന്തും പ്രപഞ്ചമാണ്. നീളം, വീതി, ആയം, സമയം, സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന എന്തും പ്രപഞ്ചമാണ്. അടുത്തത് മംഫി ത്വരീഖിൽ ലിത്തഅല്ലുമി യസ്ലുകു ഫഇല ജിനാനി ലഹു ത്വരീഖുൻ സുഹില. ത്വരീഖുൻ ഇലൽ ജിനാൻ 5ാമത്തെ പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അതുപോലെ മറ്റു ലൈനുകൾ വിട്ട ഭാഗം പൂർത്തിയാക്കാൻ വരാം. അപ്പോൾ ആ ബൈത്ത് നന്നായി പഠിക്കുക, സാരം എഴുതുക, അർത്ഥം എഴുതാന്ന് പറഞ്ഞിട്ട് അതും വരാം, മനസ്സിലാക്കുക. അടുത്ത ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ് 100 റക്അത്തിനേക്കാൾ പുണ്യമുള്ള കാര്യം ഏത്? ഏതാണ് 100 റക്അത്തിനേക്കാൾ പുണ്യമുള്ള കാര്യം? ഇൽമു പഠിക്കലാണ്. ഇൽമു പഠിക്കൽ 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ്. അടുത്തതാ ഹിജ്റ 41 എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഐക്യവർഷം, അതായത് ആമുൽ ജമാ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തതാണ് ഉപ്പക്ക് വേണ്ടി വയറ്റിൽ ചേർത്ത് പിടിച്ച് വെള്ളം ചൂടാക്കിയ വ്യക്തി ആരായിരുന്നു? ഫളുലിബ്നു യഹിയ ആയിരുന്നു ഉപ്പക്ക് വേണ്ടിയിട്ട് വയറ്റിൽ ചേർത്ത് വെച്ച് വെള്ളം ചൂടാക്കിയത്. അടുത്തെന്താണ്? മക്കില്ലാഹു കമാ റബ്ബൈതനി സൈറ. ഇപ്രകാരം പറഞ്ഞതാര്? ആരായിരുന്നു പറഞ്ഞത്? അബൂ ഹുറൈറ പറഞ്ഞതാണ്. അടുത്തത് 4 മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ് മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത്? 4 മദ്ഹബുകൾ അബ്ബാസി കാലഘട്ടത്തിലാണ്. അടുത്തത് ഫാത്തിഹക്ക് മുമ്പ് സുന്നത്തായ കാര്യം എന്ത്? ഫാത്തിഹക്ക് മുമ്പ് ഔദ് ഓതൽ സുന്നത്ത്, ഫാത്തിഹക്ക് ശേഷം ആമീൻ പറയലും സുന്നത്താണ്. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എല്ലാം സംവിധാനിച്ചത് അല്ലാഹു തആലയാണെന്നത് ആകാശത്തിലുള്ള 2 ദൃഷ്ടാന്തങ്ങൾ എഴുതാൻ. എന്താണ്? നമുക്ക് ആകാശത്തിൽ അല്ലാഹു തആലയാണ് എല്ലാം സംവിധാനിച്ചത് എന്നുള്ള 2 ദൃഷ്ടാന്തമാണ് നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, സൂര്യൻ, ചന്ദ്രൻ എന്നൊക്കെ ആകാശത്തിലുള്ള ദൃഷ്ടാന്തങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് 2 എഴുതാം. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച രാഷ്ട്രത്തിൻ്റെ ഭരണഘടന വിശുദ്ധ ഖുർആനും നബിചര്യയുമായിരുന്നു രാഷ്ട്രത്തിൻ്റെ ഭരണഘടന. അടുത്ത എന്താണ്? 1-ാം ഖലീഫ ഭരണമേറ്റെടുത്തപ്പോൾ നേരിടേണ്ടി വന്ന 2 പ്രശ്നങ്ങൾ എഴുതുക. എന്തൊക്കെയായിരുന്നു? കള്ളപ്രവാചകത്വവാദികൾ രംഗത്ത് വന്നു. 2 മുസ്ലിങ്ങളിൽ ചിലർ സക്കാത്ത് നൽകില്ലെന്ന് ശഠിച്ചു. ആഭ്യന്തര കലഹം കണ്ട് അയൽ രാജ്യങ്ങളിൽ അക്രമം നടത്താനൊരുങ്ങി. അതൊക്കെ 1-ാം ഖലീഫ ഭരണമേറ്റപ്പോൾ നേരിടേണ്ടി വന്ന 2 പ്രശ്നങ്ങളാണ് ഇവിടെ എഴുതാൻ വന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കിയത് നമ്മളെ 3-ാമത്തെ പാഠത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അടുത്തെന്താണ്? അല്ലാഹു തആലയെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? അല്ലാഹു തആല ഏകനാണ്, അവൻ നിരാശ്രയനാണ്, അവൻ ജാതനല്ല, ജനകനുമല്ല, അവനെപ്പോലെ ആരുമില്ല. എന്നിട്ട് തൻ്റെ ഇടതുഭാഗത്തേക്ക് 3 തവണ തുപ്പണം. പിശാചിൽ നിന്ന് അഭയം തേടുകയും വേണം. ഇതാണ് അല്ലാഹു തആലയെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നാം പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അടുത്ത ഉമവി ഖിലാഫ അവസാനിക്കാൻ കാരണമെന്ത്? എന്തായിരുന്നു ഉമവി ഖിലാഫ അവസാനിക്കാൻ കാരണം? ഉമവി ഖലീഫ മർവാനുസാനി വധിക്കപ്പെട്ടതോടെ ഉമവി ഖിലാഫ അവസാനിക്കുകയുണ്ടായി. ഉമവി ഖലീഫ മർവാനുസാനി വധിക്കപ്പെട്ടതോടെ ഉമവി ഖിലാഫ അവസാനിക്കുകയുണ്ടായി. അപ്പോൾ അതാണ് ഉമവി ഖിലാഫ അവസാനിക്കാൻ കാരണം. അടുത്ത എന്താണ്? റിളല്ലാഹി ഫി റിളൽ വാലിദൈനി വ സഹത്തുല്ലാഹി ഫി സഹത്തിൽ വാലിദൈനി എന്നതിൻ്റെ സാരമെന്ത്? എന്തായിരുന്നു എന്താ അർത്ഥം വന്നത്? അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലും അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലും അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. നമ്മൾ 8-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടത്, മനസ്സിലാക്കുക. അടുത്തെന്താണ്? ഉമവി ഭരണത്തിനിടയിൽ അല്പകാലം അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. എങ്ങനെയാണ് ഖലീഫയായത്?
ഉമവി ഭരണത്തിനിടയിൽ അല്പകാലം അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ യസീദിനെ ഖലീഫയാക്കിയതിനെ എതിർത്ത അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലും മദീനയിലുമുള്ളവർ ബൈഅത്ത് ചെയ്തു. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ യസീദിനെ ഖലീഫയാക്കിയതിനെ എതിർത്ത അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലും മദീനയിലുമുള്ളവർ ബൈഅത്ത് ചെയ്തു. അങ്ങനെയാണ് ഉമവി ഭരണത്തിനിടയിൽ അല്പകാലം അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഖലീഫയായത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. നമ്മൾ 6ാമത്തെ പാഠത്തിലാണ് നമ്മളത് പഠിക്കുന്നത്. അടുത്ത ആരാണ് ഖലീഫ? ആരാണ് ഖലീഫ? മതഭൗതിക കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഖലീഫ. മതഭൗതിക കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഖലീഫ. അടുത്തതെന്താണ്? 5 വരി കുറയാതെ ഉപന്യസിക്കാൻ വന്നത് എന്തൊക്കെയാണ്? അൽ ഖുലഫാഉ റാഷിദുകളുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചിട്ട് എഴുതാനാണ്. അൽ ഖുലഫാഉ റാഷിദുകളുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ അത് പറയുന്നത് നമ്മൾ 3ാമത്തെ പാഠത്തിലാണ് ഖുലഫാഉ റാഷിദുകളുടെ ഭരണ നേട്ടത്തെക്കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അവസാനത്തിൽ എണ്ണി പറയുന്നുണ്ട് 14 കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതി ഇവിടെ നമുക്ക് 5 വരി കുറയാതെ എഴുതാം. രാജ്യം സംസ്ഥാനങ്ങളായി വിഭജിച്ചു. എന്താണ്? നേതൃത്വ സ്ഥാനത്ത് അമീറുമാരെ നിയമിച്ചു. വിശുദ്ധ ഖുർആൻ മുസഫ് രൂപത്തിലാക്കി. പിന്നെ ശത്രുക്കളെ അമർച്ച ചെയ്തു. ഇസ്ലാമിക രാഷ്ട്രം വിശാലമാക്കി. പിന്നെന്തായിരുന്നു? റമദാനിലെ പ്രത്യേക നിസ്കാരമായ 20 റക്അത്ത് തറാവീഹ് ഒരു ഇമാമിൻ്റെ കീഴിൽ പതിവാക്കി. ജുമുഅക്ക് 2 അദാനുകൾ ഏർപ്പാടാക്കി. മസ്ജിദുകൾ ഇമാമുമാരെയും മുഅദ്ദിനുകളുടെയും മദ്രസകളിൽ ഉസ്താദുമാരെയും നിയമിച്ചു. ശമ്പളം നൽകി. അങ്ങനെ നമ്മളവിടെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അത് അങ്ങനെ എഴുതുക. ഇനി അടുത്തത് എന്താണ്? അല്ലാഹു തആല ഖരമോ ദ്രാവകമോ വാതകമോ പ്ലാസ്മയോ അല്ല. നമ്മൾ എത്രാമത്തെ പാഠമാണ് ഇതിൽ പഠിച്ചത്? ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് അതിനെക്കുറിച്ച് വിശദമാക്കണം. നമ്മൾ 7ാമത്തെ പാഠത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. എന്താണ്? പ്രാപഞ്ചികമായ ഒരു സ്വഭാവം ഇല്ലാത്തവനാണ് അല്ലാഹു തആല. അവൻ പ്രപഞ്ചേതരനാണ്. അവൻ ഖരമോ ദ്രാവകമോ വാതകമോ പ്ലാസ്മയോ അല്ല. അവന് സ്ഥലമില്ല, പ്രായമില്ല, അവയവങ്ങളില്ല, തുടക്കമോ ഒടുക്കമോ ഇല്ല എന്നുമുള്ളവനാണ്. അവന് ആരും ഉണ്ടാക്കിയതല്ല. അല്ലാഹു തആല ഏകനാണ്. അവൻ നിരാശ്രയനാണ്. അവൻ ജാതനോ ജനകനോ അല്ല. അവനെപ്പോലെ ആരുമില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചേതരനായ ഏകനായ ഇലാഹാണ് അല്ലാഹു തആല. അവന് തുടക്കവും ഒടുക്കവുമില്ല. അവന് ഭാഗമോ രൂപമോ ഇല്ല. അവൻ എല്ലാ അർത്ഥത്തിലും ഏകനാണ്. അതൊക്കെ കുറിച്ചിട്ട് നമുക്ക് ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് 5 വരി കുറയാതെ എഴുതാൻ കഴിയണം. അതുപോലെ തന്നെ നമുക്ക് ഓരോ പാഠത്തെക്കുറിച്ചിട്ടും നമുക്ക് ഇതേപോലെ 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയണം. 10ാമത്തെ പാഠം വരെയുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യപേപ്പറിൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.